ഹലോ എവരി വൺ. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂ DHC സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് DHCയിലെ ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ടുള്ള പേപ്പർ 2-ലെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ടും ചോദിച്ചിട്ടുള്ള, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും 7 ഡിസീസസ് ആണ് നോക്കാനുള്ളത്. ഈ 7 ഡിസീസസിനെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം ആദ്യം നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ലോ ബെർത്ത് വെയിറ്റ് ആണ്. ലോ ബെർത്ത് വെയിറ്റ് അഥവാ LBW എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ വെയിറ്റ് 2500 ഗ്രാമിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മേജർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കൺസേൺ ആണ്. ഇത് നമ്മളുടെ കുട്ടികളിൽ, ജനിക്കുന്ന കുട്ടികളിൽ മരണം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ്. അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റിക്ക് കാരണമാകുന്ന മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ലോ ബെർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ലോ ബെർത്ത് വെയിറ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. പ്രധാനമായിട്ടും അമ്മയ്ക്ക് മാൽന്യൂട്രീഷൻ, അനീമിയ, ഇനി അല്ലെങ്കിൽ പ്രസവ അല്ലെങ്കിൽ ആ ഗർഭസ്ഥ കാലഘട്ടത്തിൽ ഹാർഡായിട്ടുള്ള ഫിസിക്കൽ ലേബർ ചെയ്യുക. ഇനി ഇത് കൂടാതെ ഇൻഫെക്ഷൻസോ ഇൽനെസ്സോ എന്തെങ്കിലും ഉണ്ടാകുക. ഇനി ഇതൊന്നും കൂടാതെ അമ്മയുടെ ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻ, അതായത് അമ്മയുടെ സ്റ്റാച്ചർ, അമ്മയുടെ പ്രായം, അതായത് വളരെ ചെറിയ പ്രായത്തിലാണെങ്കിലും ഇനി ഏജ്ഡ് ആയിട്ടാണെങ്കിലും പ്രശ്നമുണ്ട്. ഇനി ഹൈ പാരിറ്റി, അതായത് ഒരു 3 അല്ലെങ്കിൽ 2 3 പ്രസവം കഴിഞ്ഞ ഒരു അമ്മയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. പിന്നീട് സ്മോക്കിംഗ്, ഇനി പ്രസവങ്ങൾ തമ്മിലുള്ള ഇന്റർവെല് ചെറുതാണ്. ഇതെല്ലാം ലോ ബെർത്ത് വെയിറ്റ് ഉണ്ടാക്കും. ഓക്കെ, ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ലോ ബെർത്ത് വെയിറ്റ് ആണ്. ഇതാണ് ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ്. അടുത്തതെന്ന് പറയുന്നത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ്. അതായത് കുട്ടികളിൽ ആവശ്യത്തിന് പ്രോട്ടീനും എനർജിയും കിട്ടാതെ വരുന്നതോടുകൂടി കുട്ടികൾ എന്തായി പോകുന്നു, വീക്കായി പോവുക. ഇത് പ്രധാനമായിട്ടും കുട്ടികളുടെ ഒരു ഫസ്റ്റ് ഇയറിലേക്കാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് മോർട്ടാലിറ്റിയും മോർബിഡിറ്റിയും പെർമനന്റ് ആയിട്ടുള്ള ഇമ്പയർമെന്റും ഇനി മെന്റൽ റിട്ടാർഡേഷനും ഒക്കെ കാരണമാകും. ഇനി പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ 2 ക്ലിനിക്കൽ ഫോംസിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്വാഷ്വർക്കറും രണ്ടാമത്തേത് മരാസ്മസുമാണ്. ഇതിൽ ഈ മരാസ്മസ് കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നതാണ്. ഇത് രണ്ടും 2 രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ്. അടുത്തതെന്ന് പറയുന്നത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷന്റെ കോസസ് പറയുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും 2 കോസസ് ആണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇൻഅഡീക്വേറ്റ് ആയിട്ടുള്ള ഫുഡിന്റെ ഇൻടേക്കും, രണ്ടെന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഡയറിയ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, മീസിൽസ്, പിന്നെ ഇൻഡസ്ട്രീനൽ വേംസ്. അതായത് ഈ ഇൻഡസ്ട്രീനൽ വേംസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നറിഷ്മെന്റ് അവർ അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഡയറിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അബ്സോർപ്ഷൻ കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒരു കുട്ടിയുടെ വെയിറ്റ്, അതായത് കുട്ടിയുടെ വെയിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. ഒരു കുട്ടിക്ക് ഒരു പ്രായത്തിൽ എത്തേണ്ട വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കും, ആ കുട്ടിക്ക് മാൽന്യൂട്രീഷൻ ഉണ്ട്, അഥവാ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ അഥവാ PEM ഉണ്ട്. ഇനി ഇതിനെങ്ങനെ സ്ക്രീൻ ചെയ്യാം, അതായത് ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും വെച്ചിട്ട്, അതായത് ഗ്രോത്ത് ചാർട്ട് വെച്ചിട്ട് ആ കുട്ടിക്ക് PEM ഉണ്ടോ എന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. പിന്നെ മിഡ് ആം സർക്കംഫറൻസ്, അതായത് കുട്ടിയുടെ മിഡ് ആമിന്റെ സർക്കംഫറൻസ് എടുക്കുക. അത് ഏകദേശം 12.5 താഴെയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള PEM-ഉം, 12.5 to 13.5 ആണെന്നുണ്ടെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള PEM-ഉം, 13.5 മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അതൊരു സാറ്റിസ്ഫാക്ടറി ലെവലും ആയിരിക്കും. ഇനി നമുക്ക് ക്ലിനിക്കൽ ആൻഡ് ലബോറട്ടറി എക്സാമിനേഷനിലൂടെയും കുട്ടികളുടെ PEM-നെ അസസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് പറയുന്നത്. ജസ്റ്റ് ആ ഹെഡിങ് മാത്രം നോക്കുക. ഹെൽത്ത് പ്രൊമോഷൻ, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ. ആ ഹെഡിങ്ങിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ഇത് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, EEC കൊടുക്കുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അങ്ങനെ നമുക്ക് അവരിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങളെ ആദ്യമേ ക്ലാസ് കൊടുക്കുക. ഇനി ഇത് കൂടാതെ സ്പെസിഫിക് പ്രൊട്ടക്ഷൻസ്,
സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ കോസ് അതിനെ കറക്റ്റായി കണ്ടുപിടിച്ച് റിസോൾവ് ചെയ്യുക. ഇനി ഇയർലി ഡയഗ്നോസിസ് ചെയ്യുക, ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇനി ഇങ്ങനെ ഉള്ളവരെ കണ്ടെത്തി റീഹാബിലിറ്റേറ്റും ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് സെറോഫ്താൽമിയ, അതായത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് സെറോഫ്താൽമിയ. ഒരു 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിവെന്റീവ് അല്ലെങ്കിൽ കൺട്രോൾ മെഷേഴ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. അത് 3 എണ്ണമാണുള്ളത്: ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എന്ന് പറയുന്നത്. ഇതിൽ ഷോർട്ട് ടേം എന്ന് പറയുന്നത് വൈറ്റമിൻ എ സപ്ലിമെന്റ് കൊടുക്കുക. 9ാം മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 1,00,000 ഇന്റർനാഷണൽ യൂണിറ്റ് 9ാം മാസത്തിലും 6 മാസം ഇടവിട്ട് 2,00,000 ഇന്റർനാഷണൽ യൂണിറ്റ് വെച്ച് 5 വയസ്സ് വരെ കൊടുക്കും. ഇനി നമുക്ക് മീഡിയം ടൈം ആയിട്ട് ഫോർട്ടിഫിക്കേഷനും ലോങ് ടൈം ആയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷനും കൊടുക്കാം. അടുത്തത് ന്യൂട്രീഷൻ അനീമിയാണ്, അതായത് നമ്മളുടെ ബോഡിയിൽ ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണയേക്കാൾ കുറഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ്. അതിൻ്റെ അകത്ത് വരുന്ന വേറൊരു ടൈപ്പാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. അതായത് അയണിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. പ്രധാനമായിട്ടും നമ്മളുടെ ബോഡിയിൽ അയൺ കിട്ടുന്നുണ്ട്, പക്ഷെ അതിന്റെ ബയോ അവൈലബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇനി ഈ വരുന്ന നമ്മളുടെ ഹീമോഗ്ലോബിന്റെ അളവ് കട്ട് ഓഫ് വാല്യൂ ആണ് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഒരാളിൽ അനീമിയ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് അഡൾട്ട് മെയിലിന് ഏകദേശം 13ഉം അഡൾട്ട് ഫീമെയിൽ, അത് നോൺ പ്രഗ്നന്റ് ആണെങ്കിൽ 12ഉം പ്രഗ്നന്റ് ആണെങ്കിൽ അത് 11ഉമാണ്. ചിൽഡ്രൻ 6 മാസം മുതൽ 6 വയസ്സ് വരെ ആണെങ്കിൽ 11ഉം കുട്ടികൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ആണെങ്കിൽ അത് 12ഉം ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് ഇത് പ്രശ്നമുണ്ടാക്കുന്ന 3 സ്ഥലങ്ങളാണ് പറയുന്നത്. ഒന്ന് പ്രഗ്നൻസി. ഇത് പ്രഗ്നൻസിയിൽ അനീമിയ ഉണ്ടായാൽ അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെയും ബാധിക്കും, അമ്മയുടെ ഹെൽത്തിനെയും ബാധിക്കും. ഇത് പ്രസവം, അതായത് ലേബർ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കും. അടുത്തത് ഇൻഫെക്ഷൻസ്, അതായത് പല ഇൻഫെക്ഷൻസും അനീമിയയെ അഗ്രവേറ്റ് ചെയ്യും. അതായത് ഉദാഹരണത്തിന് മലേറിയ, ഇൻഡസ്ട്രിയൽ പാരസൈറ്റ് എന്ന് പറയുന്നത് പിന്നെ വർക്ക് കപ്പാസിറ്റി ഇത് കുറയ്ക്കും. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഹെഡിങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്തത് അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രിവെന്റീവ് മെഷർ എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 10 to 12 ആണ് നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിന്റെ അളവെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു രീതിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് സപ്ലിമെന്റേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ക്രൈറ്റീരിയ. ഇനി ഇത് കൊടുക്കുന്നത് തന്നെ അമ്മയ്ക്കും കുട്ടിക്കും 2 അളവിലാണ്. അമ്മയ്ക്ക് ഏകദേശം 100 മില്ലിഗ്രാം എലമെന്റൽ അയൺ അല്ലെങ്കിൽ 300 മില്ലിഗ്രാം ഫെറോ സൾഫേറ്റും 0.5 മില്ലിഗ്രാം ഫോളിക് ആസിഡുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി കുട്ടിക്കാണെങ്കിൽ ഇതിന്റെ 5 ആണ്, അതായത് 20 മില്ലിഗ്രാം എലമെന്റൽ അയൺ അല്ലെങ്കിൽ 60 മില്ലിഗ്രാം ഫെറസ് സൾഫേറ്റ് അല്ലെങ്കിൽ 0.1 മില്ലിഗ്രാം ഫോളിക് ആസിഡ്, അങ്ങനെ അത് മാറും. ഇനി അയണിനെ നമ്മൾ 45 ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ, അതായത് നമ്മുടെ ബോഡിയിൽ അയഡിൻ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഉൾപ്പെടെ വളർച്ചയ്ക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അയഡിൻ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എൻഡോക്രൈൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. ഇത് ഇൻട്രാ യൂട്രൈൻ ആയിട്ടുള്ള ഗ്രോത്തിനെ തന്നെ റിട്ടാർഡ് ചെയ്യും. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പം ഇതിനെ പരിഹരിക്കാനുള്ള ഏറ്റവും വൈൽഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണെന്ന് പറയുന്നത് അയഡൈസ്ഡ് സാൾട്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു പ്രൊഫിലാക്റ്റിക് ആയിട്ട് നമ്മൾ അയഡിനെ സോൾട്ടിൽ എന്ത് ചെയ്യുന്നു, ഫോർട്ടിഫൈ ചെയ്യല്ല, അയഡൈസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും യൂണിവേഴ്സലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരിലേക്കും അയഡിനെ എത്തിക്കാൻ സാധിക്കും. ഏകദേശം 17 മെയ് 2006 മുതൽ ഇന്ത്യയിൽ നോൺ അയഡൈസ്ഡ് ആയിട്ടുള്ള സാൾട്ടിന്റെ ഹ്യൂമൻ കൺസംഷനെ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നിലവിൽ ഇന്ത്യയിൽ അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള ഉപ്പിൽ അങ്ങനെ ലേബൽ ഉണ്ടോ എന്നൊന്ന് നോക്കുക, അപ്പൊ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഇതുവരെ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഇനി നമ്മൾ സെർച്ച് ഒന്ന് എല്ലാവരും ഒന്ന് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ അയഡിൻ നമ്മൾ മോണിറ്റർ ചെയ്യുക, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക, നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, അതായത് മാസ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. അപ്പൊ ഈ അയഡിൻ സീ ഫുഡിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഈ സീ ഫുഡ് കിട്ടാത്ത ഏരിയാസിലാണ് ഇതൊരു മേജർ ആയിട്ടുള്ള പ്രശ്നമായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഹിമാലയൻ ബെൽറ്റ്സ് പോലുള്ള സ്ഥലങ്ങളിൽ ഇത് വളരെ വലിയൊരു ഹെൽത്ത് പ്രോബ്ലമാണ്. അടുത്തത് എൻഡമിക് ഫ്ലൂറോസിസ്, അതായത് ഫ്ലൂറിന്റെ അളവ് വെള്ളത്തിൽ കൂടുന്നു, അതിന്റെ ഇൻടേക്ക് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ആദ്യത്തത് ഡെന്റൽ ഫ്ലൂറോസിസ് ആണ്, അതായത് കുട്ടിയുടെ ഒരു 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ 1.5 മില്ലിഗ്രാമിൽ അധികം
ഫ്ലൂറിന്റെ ഇൻടേക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പല്ലിൽ മോട്ട്ലിംഗ് ഉണ്ടാക്കും. അത് പിന്നെ ഒരു ചോക്ക് വൈറ്റ് പാച്ചസ് ഉണ്ടാക്കും. അതിന്റെ കളർ ചിലപ്പോൾ മാറും, അതൊരു ബ്ലാക്ക് വരെയൊക്കെ ആയേക്കാം. ഇത് നമ്മളുടെ അപ്പർ ജോയിലെ ഇൻസിസേഴ്സിനെയാണ് സാധാരണ കൂടുതലായിട്ട് ബാധിക്കുന്നത്. അത് നമ്മുടെ അപ്പിയറൻസിനെയൊക്കെ ബാധിക്കും. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് സ്കെലിറ്റൽ ഫ്ലൂറോസിസ് ആണ്. ഇപ്പൊ സ്കെലിറ്റൽ ഫ്ലൂറോസിസ് എന്ന് പറയുന്നത് ഏകദേശം 3 മുതൽ 6 മില്ലിഗ്രാം ഡെയിലി അല്ല, ഒരു 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 പീരീഡോ ഒരു ഏകദേശം ഒരു കുറച്ച് പീരീഡ് നമ്മളിങ്ങനെ ഇൻടേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കെലിറ്റനെ ബാധിക്കും. ഇത് സ്കെലിറ്റൽ ഫ്ലൂറോസിസിലേക്ക് എത്തിക്കും. ഇത് തന്നെ നമ്മുടെ സ്കെലിറ്റനിൽ ഡെപ്പോസിഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 10 മില്ലിഗ്രാമിന് മുകളിൽ എക്സീഡ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രിപ്ലിംഗ് ഫ്ലൂറോസിസിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റി ആയിട്ട് മാറും. ഇതൊന്നും കൂടാതെ ഒരു പുതിയൊരു ടൈപ്പാണ് ജനു വാൽഗം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ബോഡിയിൽ ഫ്ലൂറിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അടുത്തതെന്ന് പറയുന്നത് ലാദരിസം ആണ്. ലാദരിസം എന്ന് പറയുന്നത് ഒരു നമ്മൾ കേട്ടിട്ടുണ്ടാവും, കേസരി ദാൽ എന്ന് പറയുന്ന ഒരു പൾസ് ഉണ്ട്. ഈ പൾസ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ലാദരിസം എന്ന് പറയുന്നത്. ഇതൊരു ന്യൂറോ ലാദരിസം, അതായത് നമ്മളുടെ ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് ന്യൂറോ ലാദരിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇത് അനിമൽസിനെയും ബാധിക്കാറുണ്ട്. ഇത് നമ്മളുടെ ബോഡിയിലെ നെർവ്സിനെയാണ് ബാധിക്കുന്നത്. അങ്ങനെ ഒരു ക്രിപ്ലിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകും. ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ക്രിപ്ലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ക്രിപ്ലിംഗ് ഡിസീസ് ആണ്, നെർവ്സിനെയാണ് ബാധിക്കുന്നത്. ലാദരിയസ് സറ്റൈവസ് എന്ന് പറയുന്നതാണ് ഈ കേസരി ദാലിന്റെ സയന്റിഫിക് നെയിം. അതുകൊണ്ടാണ് ഇതിനെ ലാദരിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 7 പ്രധാനമായിട്ടും പറയുന്ന 7 കണ്ടീഷൻസ് ആണ് നമ്മുടെ ന്യൂട്രീഷണൽ ഡിസീസിനകത്ത്, നമ്മൾ പറയുന്ന ഡെഫിഷ്യൻസി ഡിസീസിനകത്ത് പറയുന്നത്. എന്നാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് അല്ല, ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഇൻ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് ഈ 7ഉം ഇന്ത്യയിൽ നിലവിൽ നേരിടുന്ന മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നാൽ ഇത് കൂടാതെ ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് വൈറ്റമിൻ എ എന്ന് ആലോചിക്കുക. അപ്പൊ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഏതൊക്കെയാണ് നമുക്കറിയാം. നൈറ്റ് ബ്ലൈൻഡ്നസ് ഉണ്ട്, ബിറ്റ് ഹോട്ട് സ്പോട്ട് ഉണ്ട്, സെറോഫ്താൽമിയ ഉണ്ട്, കെരാറ്റോമലേഷ്യ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒരെണ്ണമല്ല, ഒന്നിലധികം കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വേറൊരു, ഇപ്പൊ അയൺ പറഞ്ഞ പോലെ അയൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനീമിയ പറയാം. ഇനി വൈറ്റമിൻ B1 പറയുകയാണെന്നുണ്ടെങ്കിൽ ബെറിബറിയും ബെർണിംഗ് സെൻസെഫലോപ്പതിയും പറയാം. B2 ആണെന്നുണ്ടെങ്കിൽ ആംഗുലർ സ്റ്റോമറ്റൈറ്റിസ് പറയാം. B3 ആണെങ്കിൽ പെല്ലഗ്ര പറയാം. അങ്ങനെ നമുക്ക് ഇനി B12 സൈനോകൊബാലമീൻ ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മെഗലോബാസിക് അല്ലെങ്കിൽ പെർണീഷ്യസ് അനീമിയ പറയാം. അപ്പൊ നമുക്ക് എല്ലാ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസിയും ഡിസീസസ് ആകാറുണ്ട്. അങ്ങനെ ഈ ക്വസ്റ്റ്യനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺവെൻഷണൽ രീതിയിൽ, അതായത് വർഷങ്ങൾക്ക് മുന്നേ തൊട്ടേ ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതിയുണ്ട് ഈ 7 കണ്ടീഷൻ എഴുതി പോകുന്നത്. അതല്ല, പുതിയ രീതിയിൽ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ ന്യൂട്രിയൻസിന്റെയും ഡെഫിഷ്യൻസിയെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടി വരും. അപ്പോൾ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, വൈറ്റമിൻ B1, B2, B3, B5, B6, B9, 12 ഇതിന്റെ എല്ലാത്തിന്റെയും ഡെഫിഷ്യൻസിയെ മെൻഷൻ ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള ന്യൂട്രിയൻസിന്റെ, അതായത് ഇപ്പം മിനറൽസ് ആയിക്കോട്ടെ, അതിന്റെയും ഡെഫിഷ്യൻസിയെ എഴുതേണ്ടി വരും. അപ്പം അതിനൊരു സ്പെസിഫിക് നോട്ട് ഇല്ല, അതിന് നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ ഇത്രയും പറഞ്ഞത് മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങളുടെ അടുത്ത ക്ലാസ് വൈറ്റമിൻസും ഡെഫിഷ്യൻസീസും ആണ്. അപ്പം അവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള വൈറ്റമിനും ഡെഫിഷ്യൻസിയും കിട്ടും. അതിനെ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഓക്കെ, പറഞ്ഞത് മനസ്സിലായല്ലോ. ഈ 7 കണ്ടീഷൻ കൂടാതെ ബാക്കി വരുന്ന എല്ലാ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും, അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിക്കോട്ടെ, മിനറൽ ഡെഫിഷ്യൻസി ആയിക്കോട്ടെ, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തി വേണം ES കൊണ്ടുപോകാൻ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.